ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ 2K ആയിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വലിയൊരു താങ്ക്സ്. പക്ഷേ എനിക്ക് 2K ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമില്ല. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കിട്ടുന്നൊരു ഇപ്പം ചിലപ്പോൾ ഷോർട്സ് ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോർട്സിലൂടെ ആയിരിക്കും നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടംപോലെ സബ്സ്ക്രൈബ് കൂടിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമില്ല. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് എനിക്ക് വേണ്ടത്. എന്നാലേ നമ്മൾ വീഡിയോയ്ക്കും അതുപോലെ വ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ സബ് ഉള്ളതുകൊണ്ട് 2000 സംതിങ് സബ് ആയിട്ടുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് ആ സബ് ഉള്ളതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇതില്ല. എന്നാലും എല്ലാവരോടും ഒരു താങ്ക്സ്. എന്തായാലും നമ്മൾ ആദ്യത്തെ ക്രൈറ്റീരിയ 1000 സബ് കഴിഞ്ഞിപ്പോൾ 2000 ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ വാച്ച് ഓവർ ആക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എൻ്റെ അടുത്ത് 2-3 പേര് ഞാനിങ്ങനെ ഷോർട്സിൽ വീഡിയോ ഇടുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇത് കോപ്പിറൈറ്റ് കിട്ടില്ലേ, വേറെ ഇതിന്ന് എടുത്തിടുന്ന വീഡിയോസിന് കോപ്പിറൈറ്റ് കിട്ടില്ലേ, പിന്നെ അതുപോലെ തന്നെ എവിടുന്നാണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എങ്ങനെയാണെന്ന് അറിയാൻ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് എനിക്ക് ചെയ്തു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വേറൊരു ഫോണിൽ വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ കാര്യം, വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊക്കെ 1000 സബ് ആയില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകാൻ വല്ല പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ ഞാനിപ്പോൾ ഒരാഴ്ച വീട്ടിൽ പോയി അത്യാവശ്യം ഒരു 200 വ്യൂ എങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് ഞാനപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കുറച്ചൊന്നല്ല, എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല. എല്ലാ ദിവസവും ഒരാഴ്ച പോലും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ അത്യാവശ്യമല്ല, എനിക്ക് വ്യൂസ് നല്ലോണം കുറഞ്ഞു. കുറച്ച് വ്യൂസ് കയറി വന്നതായിരുന്നു. ആ വ്യൂസ് പോലും എനിക്ക് ഇല്ലാതായി എന്നാണ്. പിന്നെ ഷോർട്സിൽ ഇപ്പോൾ ഏകദേശം കയറി വരുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നത് 1000 സബ് ആയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇത് നിർത്തിപ്പോകാൻ നിൽക്കരുത്. പറ്റുന്ന പോലെ നിങ്ങൾ എല്ലാ ദിവസവും ലോങ് വീഡിയോസാണ് നോക്കുന്നെങ്കിൽ ലോങ് വീഡിയോസ് എല്ലാ ദിവസവും തന്നെ ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇടണം. എന്നിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഇതായിട്ട് നിങ്ങൾ തംബ്നെയിലും അതിൽ ഡിസ്ക്രിപ്ഷനും എല്ലാം നല്ല കറക്റ്റായിട്ട് ഇടാൻ നോക്കുക. അപ്പം നിങ്ങളെ വ്യൂസ് കുറച്ചും കൂടെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പക്ഷേ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് കയറി വരുന്നുണ്ടായിരുന്നു. ഇപ്പം അതെന്തായാലും പോയിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടെ പിടിച്ച് വരണം. എനിക്ക് സബ് ഉള്ളത് കൊണ്ട് എനിക്കതൊരു ഇപ്പോൾ എനിക്ക് ആ വാച്ച് അവർ മാത്രം നോക്കിയത്. അപ്പോൾ 1000 സബ് ഇല്ലാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 1000 സബ് ആയില്ല എന്ന് വെച്ചാൽ നിങ്ങളെ പകുതി വഴിക്ക് നിർത്തി പോകാൻ നിൽക്കരുത്. അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-20 വീഡിയോ ഇട്ട് എന്നിട്ടൊന്നും കിട്ടിയില്ല, ഒരു 100 വീഡിയോ ഇട്ട് ചിലപ്പോൾ ആ 100ാമത്തെ വീഡിയോയിലായിരിക്കും നമുക്ക് ലെക്ക് വെക്കുന്ന. ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ വാച്ച് അവറും കംപ്ലീറ്റ് ആവും, ചിലപ്പോൾ 10 മില്യണും അടിക്കും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് നിർത്തി പോവാതിരിക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പം നമുക്ക് അതൊക്കെ ഓരോരുത്തരുടെ ലെക്കാണ്. എനിക്കിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ 1000 സബ് ഒരിക്കലാവുമെന്ന് വിചാരിച്ച ആളല്ല. പക്ഷേ എനിക്കത് എങ്ങനെയോ ലെക്ക് പോലെ എനിക്കായി. അതെന്തുകൊണ്ടാണെന്ന് പോലും എനിക്കറിയുന്നില്ല. ഞാൻ വീഡിയോസ് ഇട്ടപ്പോൾ കിട്ടിയതാണ്. എന്ത് പറഞ്ഞാലും എല്ലാവരും ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും സബ് കൂടണമെന്നില്ല, വ്യൂസ് കൂടണമെന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും ആരും നിർത്തി പോകാൻ നിൽക്കരുത്. പറ്റുന്ന പോലെ വീഡിയോസ് ഇടുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇടുക. പിന്നെ എല്ലാവരും പറയുന്നല്ലോ ക്ലിയർ വേണം, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ ഏത് ഫോണാണോ ആ ഫോണിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ഇട്. അപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടി മെല്ലെ നമ്മളെ ചാനലൊന്ന് റീച്ച് ആയെന്ന് വരാം. അപ്പം അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ ഒരു കണ്ടൻറ്റായി പറഞ്ഞല്ലോ കേട്ടോ. അത് ഞാൻ പൊതുവെ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്. അപ്പം പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അഥവാ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഇടാം. പക്ഷെ അത് ക്ലിയർ ഉണ്ട്. നിങ്ങൾ പറ്റുന്ന ഇത് പറഞ്ഞു തന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കി നോക്കും കേട്ടോ. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ കോപ്പിറൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ മാറ്റാം എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എടുത്തിട്ട് ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ കുട്ടികളതാണെങ്കിലും മൃഗങ്ങളതും ഇങ്ങനെ ഫണ്ണി വീഡിയോസൊക്കെ അങ്ങനത്തെ ഞാൻ ഷോർട്സിൽ ഇടാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഷോർട്സ് വെച്ചിട്ട് ഞാൻ ഒരിക്കലും മോണിറ്റൈസ് ആവാൻ ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് ആദ്യത്തെ കാര്യം. എനിക്ക് ഒരു ഉറപ്പില്ല 3 മാസം കൊണ്ട് എനിക്ക് 10 മില്യൺ അടിക്കാൻ പറ്റുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് വഴി ഞാൻ നോക്കുന്നില്ല.
പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്തിട്ട് ഷോർട്സിലേക്ക് ഓരോന്ന് ഇടാറുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടും അങ്ങനെ എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാം, എനിക്ക് ഇന്നേ വരെ ഞാൻ ഇട്ട ഒരു വീഡിയോസിനും കോപ്പിറൈറ്റ് ഇല്ല. പിന്നെ ഷോർട്സ് വീഡിയോ എന്ന് പറയുന്നത് 2-3 എണ്ണത്തിനുണ്ട്. നമ്മളിപ്പം ഷോർട്സ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമില്ലാത്തതാണെന്നാണ് അറിയാൻ പറ്റും. അത് 2-3 എണ്ണത്തിനുണ്ട്. പക്ഷേ ലോങ് വീഡിയോസിന് അതും ഇല്ല. അപ്പം ഈ കോപ്പിറൈറ്റ് കിട്ടാതെ എങ്ങനെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വീഡിയോ എടുക്കുന്നത്, എനിക്ക് പക്ഷേ എല്ലാവരും എടുക്കുന്ന പോലെ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടോ അങ്ങനെ എനിക്ക് അറിയുന്നില്ല. അത് ഞാൻ കുറേ നോക്കി, പക്ഷേ എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എടുക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മൾ അതേപടി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തി നമുക്ക് എന്തെങ്കിലും പറ്റുന്ന പോലെ എഴുതിയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആ വീഡിയോ തന്നെ നമ്മളെ പറ്റുന്ന പോലെ നമ്മളെ കഴിവുകൊണ്ട് എന്തെങ്കിലും അതിൽ ചെയ്ത് ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്തിയിട്ട് വേണം നമ്മൾ ഇടാൻ. എന്നാൽ പോലും ചില സമയത്ത് നമുക്ക് ഷോർട്ട് സ്പീഡ് വരും. അപ്പോൾ ഷോർട്ട് സ്പീഡും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ആ ഷോർട്ട് സ്പീഡും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഷോർട്ട് സ്പീഡ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇട്ടതിന് വരെ ഷോർട്ട് സ്പീഡ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അത് വലിയ കുഴപ്പമില്ലാത്തതാണെന്ന് പറയുന്നത്. അപ്പം കോപ്പിറൈറ്റ് എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അഥവാ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങുന്ന ഏതൊരാൾ യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ എടുക്കേണ്ട ഒരു സാധനമാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അത് നമുക്ക് പ്ലേ സ്റ്റോർ വഴി YT സ്റ്റുഡിയോ എന്നെല്ലാവരും വലിയ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ പറയുന്ന നിൽക്കുന്നില്ലേ, YT സ്റ്റുഡിയോ എന്ന്. അപ്പോൾ ഈ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ അത് നമുക്ക് പ്ലേ സ്റ്റോർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാത്തവരോ അറിയാത്തവരോ ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പം ഈ YT സ്റ്റുഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ YT സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കണം. അപ്പം അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അനലൈസിങ്ങും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ വാച്ച് അവർ എത്രയായി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോയിട്ട് കോപ്പിറൈറ്റ് ഉണ്ടാവും ഇതിലും നമുക്ക് കാണാം. അത് എടുത്തു കഴിയുമ്പം ഓരോ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ എത്ര ഡ്യൂറേഷൻ ഉണ്ട്, എത്ര വാച്ച്, എത്ര വ്യൂസ് ആയി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നോണെന്ന് കാണിക്കും. എൻ്റെ ഇവിടെ നോണെന്ന് കാണിക്കും കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ നോക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്രോം ബ്രൗസർ, എല്ലാവരെയും ഫോണിലുള്ളൊരു സാധനമാണ് ക്രോം ബ്രൗസർ. ആ ക്രോം ബ്രൗസറിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് അടിക്കുക, ടൈപ്പ് ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ നമുക്ക് ലോഗിൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ താഴോട്ട് വരും. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ലോഗിൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ചിലപ്പോൾ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. പിന്നെ അത് കുറച്ച് കഴിയുമ്പം ആ ഒരു പേജിലേക്ക് ഓപ്പൺ ആവും. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അല്ലാതെ ഈ ക്രോം ബ്രൗസറിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൻ്റെ തന്നെ സൈഡിലായിട്ട് നമുക്ക് കാണാം വീഡിയോസ്, അനലൈസിങ്, പിന്നെ താഴെ മ്യൂസിക്, താഴെ സെറ്റിങ്സ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ നമുക്ക് താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സി എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ അതിൽ കാണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് പോയിട്ട് ക്രോം ബ്രൗസർ എടുക്കുക, അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് ലോഡായി വരുമ്പോൾ ഉള്ള ലോഗിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. എന്നിട്ട് അതിൽ താഴേക്ക് നോക്കുമ്പോൾ സി എന്നുള്ളൊരു ഇത് കാണാം, കോപ്പിറൈറ്റിൻ്റെ ഒരു സി എന്നുള്ളൊരു സാധനം സൈഡിലായിട്ട് ഇങ്ങനെ ഐക്കൺ കാണാം. അപ്പോൾ ആ സൈഡിലുള്ള സി ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണും. പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അത് വരുന്നില്ല. അങ്ങനെ അഥവാ കോപ്പിറൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ അതിന് നമുക്ക് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻ ഉണ്ട്. അതിന് ഇപ്പം നമ്മളൊരു വീഡിയോ ആ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്രോമിൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടു, നിങ്ങളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പബ്ലിക് ആക്കുന്ന മുന്നേ വീഡിയോ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണല്ലോ നമ്മൾ പബ്ലിക് ആക്കുന്നത്. അപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ക്രോം ബ്രൗസർ കയറി ഈ പറഞ്ഞ പോലെ നോക്കാം. അപ്പം ക്രോം ബ്രൗസർ ലോഗിൻ ചെയ്ത് ഓപ്പൺ ആയി വരുന്ന സമയത്ത് വീഡിയോസ് എന്നുള്ള സൈഡിൽ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് വീഡിയോസും ഷോർട്സ്, ലൈവ് അങ്ങനെ ഇങ്ങനെ 3 കോളങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞെക്കി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോസ് എന്നുള്ള സൈഡിൽ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ
ഇപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിലും നോണെന്നായിരിക്കും കാണിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് കാണിക്കും. അപ്പോൾ ആ കോപ്പിറൈറ്റിൽ തന്നെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പെൻസിൽ മാർക്ക് കാണും. അപ്പോൾ അതിൽ താഴേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിന് താഴെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇറേസ്, സോങ് ഇറേസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആ കോപ്പിറൈറ്റ് ഇഷ്യൂ നമുക്ക് മാറിക്കിട്ടും. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല. അങ്ങനെയാണുള്ളത്. അപ്പം അങ്ങനെ ഇതുവരെ കോപ്പിറൈറ്റ് ഒന്നുമില്ല, എല്ലാം നോണാണ്. നമുക്ക് അതിൽ ആദ്യം നോക്കിയാൽ മനസ്സിലാവും. വീഡിയോസിൽ പോയിട്ട് ആദ്യം പോയിട്ട് വീഡിയോസ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അതിലെന്താ എഴുതിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ വീഡിയോസ് എടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ കുറേ കോളങ്ങൾ കാണും. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ അപ്ലോഡിങ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്ത്, പിന്നെ ഇപ്പുറത്ത് നോണെന്ന് കാണിച്ചൊരു സംഭവം കാണും, അതിൻ്റെ ഇപ്പുറത്ത് അങ്ങനെ കുറേ കാണും. അപ്പോൾ ഈ നോണെന്നുള്ളിടത്ത് എല്ലാം നോണാണെങ്കിൽ നിങ്ങൾക്കൊരു കോപ്പിറൈറ്റും ഉണ്ടാവില്ല. അഥവാ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ടാവും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളെ ചാനലിൽ ക്രോമിൽ കയറിയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് അതിൽ നോണെന്നാണോ എല്ലാം ഉള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഷോർട്സിലേക്കും പോയിട്ട് അതിൽ നോണെന്നാണോ ഉള്ളത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കോപ്പിറൈറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് താഴെ ആ സി എന്നുള്ള പിന്നെ വന്ന ഐക്കണിൽ ഞെക്കിയിട്ട് സി എന്നുള്ള ഐക്കണിൽ പോയിട്ട് അവിടുന്ന് കോപ്പിറൈറ്റ് എന്നുള്ള എന്താണ് പ്രശ്നം, എന്തിനാണ് അവർ കാണിക്കും. നമുക്ക് കറക്റ്റായിട്ട് ആ കോപ്പിറൈറ്റ് ഏത് ഭാഗം മുതൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് വരെ നമുക്ക് കാണിക്കാം. അപ്പോൾ അത് ഇറേസ് ചെയ്ത് കളയാനുള്ള ഭാഗം നമുക്കുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആരും കോപ്പിറൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ അഥവാ ചാനൽ മോണിറ്റൈസ് ആവാൻ പോകുന്നതാണെങ്കിലും ചാനൽ മോണിറ്റൈസ് ആവുന്നതിനോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ആ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ചോദിച്ച പോലെ എൻ്റെ ഷോർട്സിൽ ഇതുവരെ കോപ്പിറൈറ്റ് വന്നിട്ടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് വരും എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഇതിൽ കോപ്പിറൈറ്റ് ഇല്ല. അപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ചാനലിൽ കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് അതുപോലെ തന്നെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ വീഡിയോ ഞാൻ ലാസ്റ്റായിട്ട് ഇടാം. എനിക്കിതിൽ സ്ക്രീൻ റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് വേറെ ഫോണിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അത്രയ്ക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കി ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഉപകാരപ്പെട്ടാൽ ഒന്ന് അറിയിക്കണം. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയണം. ഞാൻ എന്താ പറഞ്ഞതെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. എന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്രോം ബ്രൗസർ എടുത്ത് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. അപ്പം അത് ഓപ്പണായി ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ നമുക്ക് വായിക്കാനും എഴുതാനും അറിയുന്നവരാണെങ്കിൽ അതിൽ മനസ്സിലാവും. അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഇടുന്ന ഓരോ വീഡിയോസും പബ്ലിക് ആക്കുന്ന മുന്നേ നമ്മൾ പോയിട്ട് കോപ്പിറൈറ്റ് ഉണ്ടോ നോക്കുക. ഒരു ഇഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്കുക. അഥവാ കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് പബ്ലിക് ആക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് പറ്റും. വേറെ ആരും നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അഥവാ എന്തെങ്കിലും വീഡിയോസിലൊക്കെ ട്യൂൺസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ, മ്യൂസിക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കോപ്പിറൈറ്റും വരില്ല. അഥവാ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയ ഭാഗത്തിലേക്കും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇതിൽ കയറി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നേരെ നമ്മളെ ഇതിലേക്ക് തന്നെ നമ്മൾ പാട്ടൊക്കെ സോങ്സൊക്കെ ഉള്ളതിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മളെ പാട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല.